بسم الله الرحمن الرحيم. സ്വയം ഹജ്ജ് ഉംറ ചെയ്യുന്നതിനെ പറ്റിയല്ല ചർച്ച. രക്ഷിതാവിൻ്റെ സപ്പോർട്ടോടുകൂടി പിഞ്ചുമക്കൾ ചെയ്യുന്നതിനെ പറ്റിയാണ്. മറ്റ് അമലുകൾക്കില്ലാത്തൊരു പ്രത്യേകതയാണ് എത്ര ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെയും ഹജ്ജിൽ പങ്കെടുപ്പിക്കാം, ഉംറയിൽ പങ്കെടുപ്പിക്കാം, ഹജ്ജ് ഉംറ നേടിക്കൊടുക്കാം. രക്ഷിതാവിൻ്റെ പരിപൂർണ സംരക്ഷണം വേണം. അപ്പോൾ കുട്ടിയെ ഇഹ്റാം ചെയ്യിക്കേണ്ടതെങ്ങനെ, പ്രവർത്തിപ്പിക്കേണ്ടതെങ്ങനെ, അതാ ബയാൻ ചെയ്യുന്നത്. വലിയാണ് ഇഹ്റാം കെട്ടേണ്ടത് എന്ന്. വകതിരിവില്ലാത്ത കുട്ടിയെ തൊട്ട് വകതിരിവുണ്ടെങ്കിലോ, ഉണ്ടെങ്കിൽ ഖൗലാനിയാണ്, അവൻ തന്നെയാണ് ഇഹ്റാം കെട്ടേണ്ടത്, രക്ഷിതാവോടെ ഇട്ടിട്ട് വലയില്ല എന്ന് ഒരു ഖൗല് വാദിക്കുന്നുണ്ട്, പിന്നീട് വരുന്നുണ്ട്. അതേസമയത്ത് മുഅ്തമദ് വകതിരിവുള്ള കുട്ടിയെ തൊട്ടോ രക്ഷിതാവിന് ഇഹ്റാം കെട്ടാം. അപ്പം വകതിരിവുള്ള കുട്ടിക്ക് സ്വാതന്ത്ര്യം, ഒന്നിക്കൽ അവൻ തന്നെ രക്ഷിതാവിൻ്റെ സമ്മതത്തോടെ ഇഹ്റാം കെട്ടൽ, അല്ലെങ്കിൽ ആര് കെട്ടിക്കൊടുക്കൽ, രക്ഷിതാവ്. ഖത്ഈയായ ദലീൽ എവിടെയേ ഉള്ളൂ, തമീസ് ഇല്ലാതെ കുട്ടിയെ പറ്റിയേ ഉള്ളൂ. ഭൂമിയിൽ ആർക്കും തന്നെ ഖിലാഫില്ല, രക്ഷിതാവിന് ഇഹ്റാം ചെയ്യൽ ജായിസാണ് വകതിരിവില്ലാത്ത കുട്ടിയെ തൊട്ട് അജ്മഅൽ അഇമ്മത്തു. മറ്റടുത്ത് ഇജ്മാഒന്നുമില്ല. അതുകൊണ്ടാണ് മത്തിന് അല്ലദീ ലാ യുമയ്യിസു എന്ന് കൈതിട്ടത്. വകതിരിവില്ലാത്ത കുട്ടിയെ തൊട്ട് ആര് ഇഹ്റാം കെട്ടിക്കോട്ടെ, അപ്പോൾ അവിടെ തെറ്റിദ്ധരിപ്പിക്കും. വകതിരിവില്ലാത്ത കുട്ടിയെ തൊട്ട് കെട്ടിക്കോട്ടെ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ആർക്ക് പറ്റൂല, ഉള്ളാളെ തൊട്ട് പറ്റൂല എന്ന് തോന്നിപ്പിക്കും. അങ്ങനെയല്ല, ഇത്തിഫാഖ് എവിടെയുള്ളൂ, ഇല്ലാതെ കുട്ടിയുടെ കാര്യത്തിലേ ഉള്ളൂ. വകതിരിവുള്ള കാര്യത്തിൽ വജ്ഹാനി ഖൗലാനി ഭിന്നാഭിപ്രായങ്ങളുണ്ട്. അതുകൊണ്ട് ഏകോപിച്ച മസലയാണ് ഇവിടെ കൊടുത്തത്. പക്ഷെ ഇതിനേക്കാളും മത്തിന് ഭേദപ്പെടുത്താമായിരുന്നു. വലിയന് ജായിസാണ് കുട്ടിയെ തൊട്ട് ഇഹ്റാം കെട്ടൽ, വെറും കുട്ടി എന്ന് പറഞ്ഞ് നിർത്തണമായിരുന്നു. കുട്ടി എന്ന് പറഞ്ഞ് നിർത്തിയാൽ ഏത് പെട്ട്, വകതിരിവുള്ളതും പെട്ട് അല്ലാത്തതും പെട്ട്. വകതിരിവുണ്ടോ ഇല്ലേ എന്ന് കൈതാക്കണ്ടായിരുന്നു, കുട്ടി എന്ന് മാത്രം പറയാം. അല്ലെങ്കിൽ കുട്ടി എന്ന് പറഞ്ഞിട്ട് വലോ മുമയ്യിസൻ എന്ന് കൊടുക്കാം, അല്ലദീ ലാ യുമയ്യിസു അല്ല കൊടുക്കൽ, വലോ മുമയ്യിസൻ. വകതിരിവുണ്ടെങ്കിൽ പോലും അവനെ തൊട്ട് ഇഹ്റാം കെട്ടാം. ആർക്ക്? അതിൽ നിന്ന് ഔല കൊണ്ട് കിട്ടിയില്ലേ, എന്ത് വലോ മുമയ്യിസൻ എന്ന് കൊടുത്തിരുന്നെങ്കിൽ കുട്ടിയെ തൊട്ട് ഇഹ്റാം കെട്ടാം രക്ഷിതാവിന്. വലോ മുമയ്യിസൻ അപ്പം എന്താവും? ഗൈറു മുമയ്യിസായാൽ എന്തായാൽ നല്ല ഭാഷ കിട്ടുമായിരുന്നു. വലോ മുമയ്യിസൻ എന്ന് കൊടുത്തെങ്കിൽ. വെറും കുട്ടി എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം കിട്ടൂല. അല്ലദീ ലാ യുമയ്യിസു കൊണ്ട് പെട്ടെന്ന് ബേജാറായി പോകും. വകതിരിവില്ലാതെ ആളെ തൊട്ടല്ലേ കെട്ടിക്കൂടൂ. വകതിരിവുള്ള ആളെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ ഇവിടെ, അങ്ങനെ വരും. വെറും കുട്ടി എന്ന് പറഞ്ഞ് നിർത്തിയാൽ ഈ ഇടങ്ങേറ് വരില്ല. വകതിരിവുള്ളതും പെട്ട് അതിനേക്കാണ് ഈ സ്റ്റൈലാണ് ഏത് വലോ മുമയ്യിസൻ. എന്താ മുമയ്യിസായ കുട്ടിയെ തൊട്ട് പോലും രക്ഷിതാവിന് ഇഹ്റാം കെട്ടാം എന്ന് പറയുമ്പോൾ അങ്ങനെ വരും.
രക്ഷിതാവിന് രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലേ, വില്ല് പറഞ്ഞ് പിതാവ്, പിതാവില്ലെങ്കിൽ പിതാവിൻ്റെ പിതാവ്, ഇവർ ആരും ഇല്ലെങ്കിൽ വസിയ്യ്, അവരില്ലെങ്കിൽ ഹാക്കിമ്, ഹാക്കിമ് വേറൊരാളെ ചുമതലപ്പെടുത്തുമെങ്കിൽ കയ്യുമല്ല ഹാക്കിമ്, ഹാക്കിമ് ഇല്ലെങ്കിലില്ല, ഹാക്കിമ് ചുമതലപ്പെടുത്തിയാലും കയ്യുമന്നല്ലേ. മുതലിൻ്റെ വലിയനാണ് ഈ അധികാരം. ഉപ്പ ഉള്ളതോടുകൂടി ഉപ്പാൻ്റെ ഉപ്പാക്ക് പറ്റോ? ഒരു മുടക്കവുമില്ലാതെ ആരുണ്ട്? ഉപ്പ ഉണ്ട്. എന്നാൽ ഉപ്പാൻ്റെ ഉപ്പ ഏറാൻ കെട്ടിക്കൊടുത്ത സ്വഹിയാവോ? ഇല്ല. ആരെ അധികാരം വേണോ? ഉപ്പാൻ്റെ. ഉപ്പാക്കല്ലേ പരമാധികാരോ? അയ്യഹിരിമ അനിസവിയീൻ. സവിയ്യ എന്ന് പറഞ്ഞാൽ ഫൈൽ വസനാണ് അശാമിലി ലിസ്സവിയത്തി, സവിയ്യത്തി. ആണ് പെണ്ണ് എന്ന് നോക്കിയിട്ടല്ല, ജിൻസ് മുറാദ്. എങ്ങനെ സ്വബീ എന്നല്ലേ, സ്വബീ ഫൈൽ വസന. ഇവിടെ ജിൻസ് മാത്രമാണ് മുറാദ്, ആണ് പെണ്ണ് എന്ന വിവേചനം ഇല്ല എന്ന്. ഇപ്പം എന്തായി? അയ്യഹരിമാനി സബീയി, ആൺകുട്ടിയെ തൊട്ട് എന്നല്ല മുറാദ്. ആരെയും ഉൾപ്പെടുത്തി? ഇത് ഹുവ സബീയെ എന്ന് ഇവിടെ ഉപയോഗിച്ചത് ജിൻസിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, കുട്ടികൾ എന്ന അർത്ഥത്തിൽ. അല്ല ആണ് പെണ്ണ് എന്നുള്ള വിവേചനത്തോടെ കണ്ടതാ അല്ല. അല്ലദീലായും മയ്യിസു, ആടെയാണ് അണ്ടർലൈൻ ചെയ്യുന്നത്. വകതിരിവില്ലാത്ത കുട്ടിയെ പറ്റിയാണ് ഈ ഇവിടെ പ്രത്യേകം പരാമർശിക്കുന്നത്. വകതിരിവുള്ള കുട്ടിയെപ്പറ്റി അഭിപ്രായ വ്യത്യാസമുള്ളതുകൊണ്ട് വേറെ തന്നെ ചർച്ചയാക്കിക്കോ. ഇപ്പം ഞമ്മാരെ പറ്റിയാ അതേസമയത്ത് വകതിരിവുള്ള കുട്ടിയെ തൊട്ടും കെട്ടിക്കൂടെ? എങ്ങനെയാ ഏറാൻ കെട്ടിക്കൊടുക്കൽ? ജഅൽതു വലദീ ഹാദാ മുഹരിമൻ ബിൽ ഹജ്ജി, അല്ലെങ്കിൽ മുഹരിമം ബിൽ ഉംറത്തി. എൻ്റെ ഈ കുഞ്ഞുമോനെ ഞാൻ ആക്കി ഹജ്ജിന് ഏറാൻ കെട്ടിയവനാക്കി, ഉംറക്ക് ഏറാൻ കെട്ടിയവനാക്കി. ആ രൂപത്തിലാണ്. ഐ യൻവിയ, അവൻ കരുതൽ. അയ്യഹരിമ എന്ന് പറഞ്ഞാൽ അയ്യൻവിയ ജഅലഹു, അവനാക്കുന്നു എന്ന്. മുഹരിമൻ, ഞാൻ ഈ കുട്ടിയെ മുഹരിമാക്കി മാറ്റുന്നു. അയില്ലേ? ഔ അൽ ഇഹ്റാമ ബിനഫ്സിഹി അൻഹു, എൻ്റെ ഈ ശരീരം കൊണ്ട് ഏറാം കെട്ടുന്നത് ആരെ തൊട്ടാണ്? ഇതെവിടുന്ന ഇതെല്ലാം തെളിവ്? ഇത്ര പിഞ്ചാമന മക്കൾക്ക് ഹജ്ജ് നേടിക്കൊടുക്കാതെ നേടുന്ന കിട്ടുന്നു. ലിഖബരി മുസ്ലിം, സഹീഹ് മുസ്ലിമിൻ്റെ ഹദീസിൻ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ലഖിയ കണ്ടുമുട്ടി, റക്ബൻ റാക്കിബിൻ്റെ വാഹനക്കാരെ കണ്ടുമുട്ടി, റൗഹാ എന്ന സ്ഥലത്ത് വെച്ച്. റൗഹാ ഒരു മലഞ്ചെരുവാണ്, വളരെ പ്രസിദ്ധമാണ്. മദീനയിൽ നിന്ന് 110 കിലോമീറ്റർ ദൂരത്തുള്ള ഒരു മലഞ്ചെരുവ്, ഹള്ളി പ്രദേശം. ഫറഫഅത് ഇലൈഹി, നബിയിലേക്ക് ഉയർത്തിപ്പിടിച്ചു. ഇമ്രാത്തുൻ സബിയ്യൻ, അത് അവർ താമസിക്കുന്ന കൂടാരത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് പോലും. തൊട്ടിൽ പോലെ മേലെ ഇങ്ങനെ ഒരു കൂടാരാക്കിയിട്ടല്ലേ പോക്ക്. അവിടെ കുഞ്ഞി ഇറങ്ങുന്നുണ്ട് പോലും. പെട്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി റോട്ടുമേലുണ്ട് എന്ന് കണ്ടേരം കുഞ്ഞിയെ എടുത്ത് പുറത്തിറങ്ങി. ഫഖാലത് യാ റസൂലല്ലാഹ് അലി ഹാദാ ഹജ്ജുൻ, ഈ കുഞ്ഞിമോന് ഹജ്ജുണ്ടോ? ഖാല നഅം, ഉണ്ട്. വലക്കി അജ്റുൻ, അങ്ങനെ ഹജ്ജ് ചെയ്യിച്ചാൽ കൂലിയില്ലേ? നിനക്ക് മാത്രമാണ് കൂലി എന്നല്ല, നിനക്കും കൂടി എന്തുണ്ട്? കൂലിയുണ്ട്. അതുകൊണ്ട് കുട്ടി എത്ര വയസ്സാന്ന് കിട്ടുന്നില്ല, തമീസ് ഉണ്ടോ ഇല്ലയോ, അത് ക്ലിയറാക്കാൻ വേണ്ടി വേറെ റിവായത്ത്
വഫീ റിവായത്തിൻ ഒരു റിവായത്തിലുണ്ട്. എന്താ ഉണ്ട്? എന്തുണ്ട്? ഒരു റിവായത്തിൽ ഉണ്ട്. അബീ ദാവൂദ അബൂദാവൂദിൻ്റെ റിവായത്തിലുണ്ട്. ഫഅഖദത്ത് ആ പെണ്ണ് പിടിച്ചു. അലുദി സബിയിൻ ഒരു കുട്ടിയുടെ തോള് പിടിച്ചു. അലുദ് അലുദ് എന്നാണ് നല്ലത്. അലുദ്, അലിദ്, അൽദ്, ഉൽദ് എല്ലാം കണക്കന്നെ. എല്ലാം ഏറ്റവും മഷഹൂറായ ഭാഷ അലുദ് എന്ന്. അലുദ്, അലിദ്, അൽദ്, ഉൽദ് എത്ര ഭാഷയായി? 4. സായിദ് മുതൽ, സായിദ് എന്നർത്ഥം മുഴങ്കൈ മുതൽ തോൾ കത്തിഫ് വരെയുള്ള എല്ലാ സ്ഥലത്തെ പറ്റിയും എന്ത് പറയാം? അപ്പോൾ കുട്ടിയുടെ തോള് പിടിച്ചു. ഫറഫഅതുഹു ആ കുട്ടിയെ ഉയർത്തി. മിം മിഹഫത്തിഹ മിഹഫത്ത് സ്ത്രീകൾക്കുള്ള പ്രത്യേകമായ കൂടാരം. ഒട്ടകക്കട്ടിലിൻ്റെ മേലെ വെക്കുന്ന കൂടാരത്തിനാണ് എന്ത് പറയൽ? മിഹഫത്ത്. ഒട്ടകപ്പുറത്ത് വെക്കാനുള്ള കൂടാരം. ബഹുവ ഇതൊക്കെ ഏതൊക്കെ? തോള് പിടിക്കലും അതുപോലെ കൂടാരത്തിൽ നിന്ന് പുറപ്പെടിക്കലും ലാഹിറുൻ പരസ്യമാണ്. ഫീ സിഗരിഹി ജിദ്ദ കുട്ടി വളരെ 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 എന്താണ് എന്നുള്ളത്? ചെറുതാണ് എന്നുള്ളത് കിട്ടിയില്ലേ? ഇല്ലേ? ആ യുക്തബുലിസവിഹി കുട്ടിക്ക് എഴുതപ്പെടും. സവാബുമാ അമിലഹു ഇത് പൊതുവായിട്ടുള്ള പദ്ധതി പറയുന്നത്. കുട്ടികൾ അമൽ ചെയ്തിട്ട് എന്ത് ഫലം എന്ന്. തീർച്ചയായും ഫലം കിട്ടും. വലിയ ആളത്ര കിട്ടൂല എന്നേ ഉള്ളൂ. കുട്ടിയെപ്പറ്റി ജനറൽ നിയമം പറയാൻ ഹജ്ജിന് മാത്രമല്ല എല്ലായിടത്തും കുട്ടികളെപ്പോഴും അമൽ ചെയ്യണം. കുട്ടികൾക്ക് നൽകപ്പെടുന്നു സവാബുമാ അമിലഹു അവൻ സ്വയം ചെയ്തതിൻ്റെ പ്രതിഫലം. അത് അമില ബിഹി വലിയുഹു അല്ലെങ്കിൽ അവനെ കൊണ്ട് പ്രവർത്തിച്ചു. ആര്? ആ മാ എന്തിനാൽ മിനത്വാഅത്തി നല്ല കാര്യങ്ങൾ. നല്ല കാര്യങ്ങൾ സ്വയം ചെയ്യുകയോ വലിയ മുഖാന്തരം ചെയ്യുകയോ ചെയ്താൽ തീർച്ചയായും പ്രതിഫലമില്ലേ? കുട്ടിയുടെ പേരിൽ തന്നെ എൻഗേജാക്കി. നടത്തിച്ചാക്ക് വേറെ ഉണ്ട്. കമാ അഫാദഹു അൽ ഖബറു ഈ കൂടാരത്തിൽ നിന്നെടുത്ത സംഭവം അതല്ലേ പറയുന്നത്. ഈ കുഞ്ഞുമോന് ഹജ്ജ് കിട്ടുമോ? കിട്ടും. ഹജ്ജ് ചെയ്യിക്കണോ? ചെയ്യിച്ചോ. വലാ യുക്തബു അലൈഹി മഅസിയത്തുൻ ഇജ്മാഅ വലാ യുക്തബു അലൈഹി മഅസിയത്തുൻ അവൻ്റെ മേലെ എന്താക്കപ്പെടുകയില്ല. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ മഅസിയത്തിന് കണക്കായ പ്രായം വരണ്ടേ. തക്ലീഫ് ബന്ധപ്പെട്ടെങ്കിലല്ലേ. അപ്പോൾ കുറ്റം രേഖപ്പെടുത്തോ? ഇല്ല. പിന്നെ നമ്മൾ ഓരോട് എതിർക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വലുതായാൽ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ഒഴിവാകാനുള്ള കോച്ചിങ് മാത്രമാണ്. വൽ മജ്നൂനു മജ്നൂൻ വൽ മജ്നൂനീൻ നേരത്തെ പറഞ്ഞെന്താ? അനിസബിയീൻ മജ്നൂനിനെ തൊട്ടും എന്താക്കാം? അതാണ് മൗലിയ് എന്ന ഇബാറത്തിടുന്നത്. കുട്ടികളും പൊഴണം, ഭ്രാന്തന്മാരും പൊഴണം. വലിയ ഭ്രാന്തനും പൊട്ടി. സ്വയം ജീവിക്കാൻ വകയില്ലാത്തവർ നാം അല്ലദീലായസ്തഖില്ലൂൻ മൗലിയ് അതിൽ കുട്ടികളും പൊട്ട്. ഇവിടെ മജ്നൂൻ എന്ന് പറഞ്ഞത് ഷാമിലിൽ മജ്നൂൻ എത്തി. ആ ഷാമിലിൽ മജ്നൂൻ എത്തി. ലി ദാലിക്കാൻ കദാലിക്കാന്നല്ല ലി ദാലിക്കാൻ. എന്തേ? ഇതേ കാരണം പറഞ്ഞുകൊണ്ട്. ഇതേ കാരണം ജിൻസ് മുറാദാക്കിയാ മതി. അപ്പൊ എന്തായി? ഖിയാസൻ അല സ്വബിയ്യി. ഇനി ഒരു ചോദ്യവും ഒരു ഉത്തരവും.
വലിയ മാലായിരിക്കണ്ടേ ഹജ്ജ് ചെയ്യിക്കുന്ന ആള്? വലിയ മാലാണോ ഉമ്മ? പിന്നെ ഉമ്മാക്ക് എങ്ങനെ വിലായത്ത് കിട്ടിയത്? ഉമ്മാനെ കൊണ്ടല്ലേ ഹജ്ജ് ചെയ്യിക്കാൻ പറയുന്നു. അതെന്തു വകെ? നേരത്തെ പറഞ്ഞേ പിതാവ്, പിതാവിൻ്റെ പിതാവ്, വസീയ്, ഹാക്കിമ്, കയ്യിമ് എന്ന്. ഇതെന്ത് ഉമ്മ? ഉമ്മാക്ക് എന്താ അധികാരം? ഉപ്പയില്ലെങ്കിൽ പോലും ഉമ്മാക്ക് അധികാരം ഉണ്ടാവും. പിന്നെ എങ്ങനെ കുട്ടീൻ്റെ പേരിൽ ഉമ്മ ഏറാൻ കെട്ടലെങ്ങനെ? വാജാബു എമ്മാ തഖററ, മുമ്പ് സ്ഥാപിച്ചതായ ഒന്നിനെ തൊട്ട് എന്താ സ്ഥാപിച്ചത്? വിലായത്തിൽ മാല് മാത്രമേ പരിഗണിക്കുള്ളൂ. പോറ്റി വളർത്തലെല്ലാം അതാറ്. പിന്നെ ഫലിൽ വലിയ അലൽ മാലി എന്നാ നേരത്തെ പറഞ്ഞത്. വല്ലുമ്മൂലൈസത്ത് കദാലിക, ഉമ്മ ഇപ്രകാരം അല്ലല്ലോ. വിലായത്തുൽ മാലുണ്ടോ ഉമ്മാക്ക്? ഇല്ല. കുട്ടീൻ്റെ പൈസ പിടിച്ചു വെച്ച് തടഞ്ഞു വെച്ചിട്ട് നിയന്ത്രിക്കേണ്ട അധികാരം ഒന്നും ആർക്കില്ല. അതിനുത്തരം ബിഹ്തിമാലി അന്നഹാ വസിയ്യത്ത്, വസിയത്ത് ചെയ്യപ്പെട്ട പെണ്ണാണ് ആര്? അപ്പോൾ ആരിൽ നിന്ന് വസിയത്ത് കിട്ടിയിട്ടുണ്ട്? വലിയിൽ നിന്ന്. പിതാവിൽ നിന്നോ? പിതാവിൻ്റെ പിതാവിൽ നിന്നോ? കാരണം തസ്തിക അങ്ങനെയല്ലേ, പിതാവ്, പിതാവിൻ്റെ പിതാവ്, വസിയ്യ്. ഈ വസിയ്യിൽ ആണും പെണ്ണും പെട്ടില്ലേ? അപ്പം ഈ ഉമ്മ വന്നത് എപ്രകാരമാണ്? ഈ പെണ്ണ് ഹാക്കിമല്ല എന്ന് ഉറപ്പാണ്, കയ്യുമല്ല ഹാക്കിമും അല്ല. പിന്നെ എങ്ങനെ വന്നേ? അങ്ങനെ വെച്ചോളണം. ഇപ്പം തീർന്നില്ലേ? അല്ലാണ്ട് അവിടെ കുഴപ്പമുണ്ടാക്കേണ്ടതില്ല. പെണ്ണിനും കൂടി വിലായത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പ എന്ന് പറഞ്ഞത്, ഉപ്പാൻ്റെ ഉപ്പ എന്ന് കൈതാക്കിയത് ശരിയല്ല, ഉമ്മാക്കും ഉണ്ട് എന്ന് ലഹളയാക്കണ്ട. ഉപ്പാൻ്റെതോ ഉപ്പാൻ്റെതോ അനുവാദം വാങ്ങിക്കൊണ്ടാണ് ആര് നടത്തുന്നത്? അന്വേഷിച്ചിട്ട് ഈ കുട്ടിക്ക് ഹജ്ജ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു അനുവാദം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തോട്ടോ, നീ ചെയ്തു എന്ന് മരിക്കുമ്പോൾ ആര് വസിയത്താക്കി വെച്ചത്? വലിയ. അല്ലെങ്കിൽ അന്ന വലിയഹു അതിനലഹ അന്തുഹിരിമാൻഹു. രണ്ടാമത്തെ കൗലി വസിയത്താകുമ്പോൾ മരിച്ച ശേഷമല്ലേ നടപ്പിലാക്കല്. അപ്പം വലിയ മരിച്ചെന്ന് വെക്കണ്ടേ? അങ്ങനെ വേണ്ടതില്ല. വക്കാലത്തിൻ്റെ ബാബു തുറക്ക്. അപ്പം എന്തായി? ഒറിജിനൽ രക്ഷിതാവ് അപ്പുറത്തുണ്ട്. ആ രക്ഷിതാവ് സമ്മതം കൊടുത്തു. ആർക്ക്? അങ്ങനെ ആയിരിക്കും. മൂന്നാമത്തെ കൗലി അന്നൽ ഹാസില, കിട്ടുന്നത് എന്നല്ല, അങ്ങനെ അർത്ഥം വെച്ച് നോക്ക്. കിട്ടുന്നത് ലഹ, അവൾക്ക് കിട്ടുന്നത് അതിലുൽ ഹംലി വന്നഫഖ. സാധാരണ മാനവറിയിൽ എങ്ങനെയാണ്? പെണ്ണിന് ഇവിടെ കിട്ടുന്നത് എന്താണ്? ചുമന്ന് നടന്നതിൻ്റെ പ്രതിഫലവും ചെലവാക്കിയതിൻ്റെ പ്രതിഫലവുമാണ്. ഇഹ്റാമിൻ്റെ പ്രതിഫലം അല്ല ഉമ്മാക്ക് കിട്ടുന്നത് എന്ന്. അങ്ങനെയാണ് മസല കണക്കന്നെ. മഹാന പറയേണ്ടത് അങ്ങനെയല്ല. അന്നൽ ഹാസില, ഹദീസിൽ പറഞ്ഞതിൻ്റെ സാരം. ഹാസിലുൽ ഹദീസ്, ഹദീസിൽ പറഞ്ഞതിൻ്റെ മേന കിട്ടുന്നത് എന്നല്ല. നേരത്തെ കണക്കിന് അന്നൽ ഹാസില കിട്ടുന്നത്, ലാ ആർക്ക് കിട്ടുന്നത്? അതിലുള്ള അഹംലി വന്നഫഖത്തി ലല്ലി ഹറാമി. അങ്ങനെയല്ല വേന പറയേണ്ടത്. അന്നൽ ഹാസില, ഹദീസിൽ പറഞ്ഞതിൻ്റെ ഹാസിൽ മേന ലഹാ അജ്റുൽ ഹംലി വന്നഫഖ. തീർച്ചയായും ഉമ്മാക്ക് എന്തുണ്ട്? ചുമന്നതിൻ്റെയും ചിലവഴിച്ചതിൻ്റെയും പ്രതിഫലമുണ്ട്. ഇഹ്റാമിൻ്റെ പ്രതിഫലമുണ്ട് എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിനക്ക് പ്രതിഫലമുണ്ട് എന്ത് വകയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടാ? ഇത് ലൈസ ഫിൽ ഖബരി അന്നഹ അഹ്റമത്ത് അൻഹു. ഹദീസിൽ എവിടെയും കാണാനില്ല ഇതേ പെണ്ണാണ് ഇഹ്റാം കെട്ടിയത് എന്നുണ്ടോ? ഈ കുഞ്ഞിക്ക് ഹജ്ജ് നേടിക്കൊടുക്കാൻ വഴിയുണ്ടോ? ഉണ്ട്. ഇതേ പെണ്ണാണ് ഇഹ്റാം കെട്ടിയത് എന്ന് കാട്ടിയിട്ടുണ്ടോ? അപ്പോൾ ആ സമയത്ത് രക്ഷിതാവ് ഭർത്തായിരിക്കും. വഹൈസു സാറൽ മൗലിയു മുഹരിമൻ. ഇനി ശ്രദ്ധിക്കാനുള്ളത്, കുട്ടിയോ
ഭ്രാന്തനോ ഇഹ്റാമിൽ കടക്കുന്നതോടുകൂടി കടന്നില്ലേ, രക്ഷിതാവ് ഇഹ്റാം കെട്ടുമ്പോൾ എന്തായി മുഹീമായി മാറി. ഇഹ്റാം കെട്ടുന്നതിന് തൊട്ട് മുമ്പ് വേണ്ടതൊക്കെ ചെയ്യിക്കണം. സുന്നത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ വെളുത്ത തുണി ഉടുക്കൽ, അതുപോലെ പല സുഗന്ധം തേക്കൽ, അറേഞ്ച്മെൻറ്റുകൾ പറഞ്ഞിട്ടില്ലേ, അതെല്ലാം ചെയ്തു വെക്കണം. അങ്ങനെ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ ഹൈസു സാറൽ മൗലിയ മുഹരിമൻ വജബ നിർബന്ധമാണ് അയ്യഫ്അല ബിഹി ഈ മൗലിയിനെയും കൊണ്ട് ചെയ്യൽ മാ യുംകിനു ഫീലുഹു കഴിവിൻ്റെ പരമാവധി എന്തൊക്കെ ചെയ്യാനും ചെയ്യിക്കാനും കഴിയുമോ അതെല്ലാം ചെയ്യണം. സ്വയം നമ്മൾ തന്നെ ഏറ്റെടുത്ത് നടത്തരുത്. കുട്ടിക്ക് പങ്കെടുക്കാൻ പറ്റുന്നിടത്തെല്ലാം പങ്കെടുക്കണം. അഹസാഹായത്തിൽ ചൂണ്ട് പരിശ്രമിക്കണം എന്നാണ്. തീരെ ആവാത്തത് നമ്മൾ ചെയ്താൽ മതി. അപ്പം നമ്മളതും അവൻ്റെതും ആകെ ടോട്ടൽ നോക്കിയിട്ട് അവൻ്റെ ഹജ്ജായി. ഈ വലിയ മഹരിമാവോ? വലിയ മഹരിമാവും വലിയ ഇങ്ങനെ ഒത്താശകൾ ചെയ്യല്ലേ എന്നുള്ളൂ. സ്വയം ആവാത്തത് കൊണ്ട് ഒരു താങ്ങ് നൽകുകയാണ് ആര് ചെയ്യുന്നത്? ഒരു പ്രശ്നത്തിലും നിങ്ങൾ മാത്രം ഒറ്റപ്പെടാൻ പാടില്ല എന്ന് പരമാവധി ആ കുട്ടിയെ കൊണ്ട് പിഴിഞ്ഞെടുക്കണ്ടേ. അറഫയിൽ ഹാജരാക്കും പോലെ അസായിറൽ മവാഖിഫി ഇനി എവിടെയെല്ലാം അവൻ എത്തിപ്പെടേണ്ടതുണ്ടോ അവിടെ ഒക്കെ വലിയൻ്റെ കൂടെ ആരെ കൂട്ടണം? നീ ഇവിടെ ഇരുന്നോളി, ഞാൻ ചെയ്തിട്ട് വരാം, പറ്റില്ല. ഗതികെട്ടടുത്ത് അവൻ്റെ പേരിൽ ആര് ചെയ്ത് തീർത്തോളണം. ആ സായിറുൽ മവാഖിഫിൽ പെട്ടതാകുന്നു അമിൻഹ എന്ന് പറഞ്ഞാൽ അടയിലെ മടക്കാൻ കഴിയും. വേറെ എവിടെ മടക്കൽ? മയുംകിനു ഫീലുവിലേക്ക് മടക്കാൻ കഴിയില്ലല്ല. സായിറുൽ മവാഖിഫല്ലേ ഉള്ളൂ. മവാഖിഫ് മുദാഫിലി അതുകൊണ്ട് തസ്നിയാക്കാം. കമാഹു ലാഹിറുൻ അർറമ്യു ഏറിൻ്റെ കാര്യം എന്താ? 70 കല്ലെറിയണ്ട ഇപ്പോൾ. അതിനെന്തെങ്കിലും പ്രോഗ്രാമാക്ക്. ഫയൽസമുഹു ഇഹ്ലാറുഹു ഇയ്യാഹു ഫയൽസമുഹു ഇഹ്ലാറുഹു ഇയ്യാഹു ഹാലത റംയിഹി അൻഹു കുട്ടിയെ തൊട്ട് എറിയുമ്പോൾ സൈഡത്ത് ആരെന്നെ വേണം. അല്ലാണ്ട് നിങ്ങൾ തന്നെ അങ്ങ് എറിഞ്ഞക്കലെങ്ങനെ അല്ലേ? വൈലം യുതസവ്വർ മിൻഹു എന്താ തസവ്വുറാകുന്നില്ലെങ്കിലും അവൻ സൈഡത്ത് വേണം. കാരണം ലിയന്നൽ വാജിബ ശൈആനി ഉത്തരവാദിത്വം രണ്ടാകുന്നു. ഒന്ന് അൽ ഹുദൂറു, പിന്നൊന്ന് റംയ്. ഫലാ യസ്ഖുതു അഹദുഹുമാ ബിസുഖൂത്തിൽ ആഖരി. ഒന്ന് സാഖിത്തായത് കൊണ്ട് മറ്റൊന്ന് സാഖിത്താവോ? ഇവൻ സ്വയം അറിയണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് ആ പ്രസൻസ് ഒഴിവായി കിട്ടോ? ഇല്ല. അതുപോലെ തവാഫി വസഈ ബിഹി തവാഫ് പോലെയും സഈ പോലെയും ആരെയും കൂട്ടിയിട്ട് കൈഹ്ലാരിഹി അടത്ത് കൈഹ്ലാരിഹി. അപ്പോൾ തവാഫ് സഈ അവിടെ എല്ലാം സജീവം ആരെ പങ്കെടുപ്പിക്കണം? വയഫ്അല ചെയ്യലും അൻഹു അരെ തൊട്ട് മൗലീനെ തൊട്ട് മാലായുംകിനൂൻ ഇത് അല്ല, അത് തെറ്റാണത്. തനിച്ച പിഴവാണത്. ലമ്മ വായിച്ചാൽ മതി, തീർന്നു. ബാക്കിയെല്ലാം തീർന്നു.
ഇനി ഇന്ന് വായിക്കേണ്ടതുമില്ല, ലമ്മ് ക്യാൻസലാക്ക്. അവന് സാധിക്കാത്തത് ആര് തന്നെ ചെയ്തു തീർക്കണം. ഉദാഹരണം റംയീൻ. പക്ഷേ റമീൻ്റെ അടുത്ത് സൂക്ഷിക്കേണ്ടത് എന്താ? റമീൻ്റെ അടുത്ത് അവതാളുണ്ട്. ഹജ്ജിൻ്റെ ഒരു അമലും തന്നെ സ്വയം ചെയ്യാൻ ബാക്കിയുള്ള ആളാണെങ്കിൽ അയാളത് ചെയ്യാണ്ട് വേറൊരാളെ തൊട്ട് ചെയ്താൽ ആ വേറൊരാളെ തൊട്ട് ചെയ്തത് ആരതായി മാറും? അങ്ങനെ ഒരു തകരാറുണ്ട്. ബഅദ റംയിഹി അൻ നഫ്സിഹി, ബഅദ റംയിഹി അൻ നഫ്സിഹി, സ്വന്തം എറിഞ്ഞ ശേഷം ആരുടേതറിയണം? എപ്പോഴാണ് ഓനെ തൊട്ട് ഇവനറിയൽ? ഇല്ലം യഖ്ദീർ ലൗ ജഅലൽ ഹസാത ബിയദിഹി അൻ യർമിയ ബിഹാ. കുട്ടിൻ്റെ കയ്യിൽ കല്ല് എടുത്തു കൊടുത്താൽ അവന് എറിയാൻ കഴിയില്ല. എന്നാ ഒരു സാഹചര്യം വന്നു പോയാൽ കുട്ടിക്ക് വേണ്ടിയിട്ട് ആരറിയണം? അപ്പോൾ കുട്ടീൻ്റെ കയ്യിൽ തന്നെ കല്ല് വെച്ച് കുട്ടിയുടെ കൈ കൊണ്ട് തന്നെ അറിയാൻ കഴിയുമെങ്കിൽ ഇനി രക്ഷിതാവ് എറിഞ്ഞിട്ട് വല്ല ഉണ്ടോ? ഇല്ല. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്ക്, സ്വന്തം ചെയ്ത് തീർത്ത ശേഷമേ പറ്റുള്ളൂ എന്നല്ലേ പറയുന്നത്. അവിടെ റംയി മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ, മതിയോ? വേദ റംയി തവാഫിലും ഇതേ പ്രശ്നം വരില്ലേ? ഇവൻ തവാഫ് ചെയ്യാൻ ഉത്തരവാദിയാണെങ്കിൽ അത് തീർത്ത ശേഷമല്ലേ ആർക്ക് താങ്ങിക്കൊടുക്കാൻ പറ്റൂ? അത് പറയാതിരിക്കാൻ കാരണമുണ്ട്. 95-ാം പേജിലുണ്ടല്ലോ നിങ്ങളെ ആ കിതാബിൽ, അപൂർവം ചില സാഹചര്യത്തിൽ കുട്ടിക്കും ഇവനും ഒരേ സമയത്ത് എന്ത് കിട്ടിപ്പോകുന്നുണ്ട്? തവാഫ്. വളരെ നാദിറായ പ്രശ്നമാണത്, അങ്ങനെ കിട്ടലില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇവർ മറച്ചു വെച്ചത്. ഏത് പറയലിനെ തൊട്ട്? തവാഫ്. പക്ഷേ മറ്റുള്ള ആൾക്കാർ ഈ ഭാഗത്ത് എങ്ങനെ ഇട്ടിട്ടുണ്ട്? തവാഫും സയ്യും ചെയ്യേണ്ടത് സ്വയം തവാഫും സ്വയം സയ്യും ചെയ്ത് തീർത്ത ശേഷം നിഹായിൽ കൊടുത്തത്. മുഹമ്മദ് റംലി പറഞ്ഞത് വൈന്നമാ യഫ്അലുഹുമാ അയ്യ തവാഫ വസയ്യ ബിഹി ബഅദ ഫീലിഹിമാ അൻ നഫ്സിഹി. അപ്പം അങ്ങനെ പറയുന്നതിനും തെറ്റില്ല. കാരണം ഇത് വളരെ അപൂർവമായിട്ട് ചില സന്ദർഭത്തിൽ കുട്ടിക്ക് കിട്ടുന്ന അതേ നേരത്ത് ആർക്കും കൂടി തവാഫ് കിട്ടും. അപ്പം ഇവൻ്റെ തീർത്തിട്ട് അവൻ്റെ കാര്യം നോക്ക് എന്ന് പറയേണ്ടതുണ്ടോ? അത് സൂക്ഷിക്കാനാണ്. പക്ഷേ ഗാലിബ് നോക്കിയാൽ അങ്ങനെ പറയേണ്ടതില്ല. അതുകൊണ്ടാണ് മിക്ക ഫുഖഹാവും എന്ത് പറഞ്ഞത്? നിഹാൻ്റെ ഈ വാർത്ത തന്നെ നോക്ക്. വൈന്നമാ യഫ്അലുഹുമാ അയ്യ അസ്സയ്യ വത്തവാഫ ബഅദ ഫീലിഹിമാ അൻ നഫ്സിഹി. ഇനി ഇവിടെ ഒരു അപകടം കിടക്കുന്നുണ്ട്. സ്വയം ചെയ്ത ശേഷം മാത്രമാണ് കുട്ടിക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്നല്ലേ? കുട്ടി മുബാശറത്തിൻ്റെ ഉടമയായാലും ശരിയെന്ന് ഇവിടുന്ന് തോന്നിപ്പോവും. വകതിരിവുള്ള കുട്ടിയാണ്, എന്നാലും ഇതന്നെയാണ് വിധി എന്ന് തോന്നും. ഒരിക്കലും ശരിയാ അല്ല. ആദ്യം ഇവൻ്റെ അയമാലുകൾ തീർക്കണം, എന്നിട്ടേ കുട്ടിക്ക് താങ്ങാവൂ എന്ന് പറഞ്ഞത് എവിടെയാണ്? ഗൈറു മുമയ്യിസിൽ. അങ്ങനെ നിബന്ധന വെക്കണം. തിരിഞ്ഞില്ലേ? ഇബാറത്ത് നോക്ക്. ഫയതൂഫു നഹ്വുൽ വലിയ്യി, വലിയനെ പോലാത്തവർ തവാഫ് ചെയ്യണം. ബഅദ തവാഫിഹി അൻ നഫ്സിഹി, സ്വയം തവാഫ് തീർത്ത ശേഷം എന്ന് പറഞ്ഞത് ബിഗൈരിൽ മുമയ്യിസി, മുമയ്യിസ് അല്ലാത്ത കുട്ടിയാകുമ്പോൾ. ഔറത്ത് മറക്കൽ രണ്ടാളും മറക്കണം. നജസിൽ നിന്നും അശുദ്ധികളിൽ നിന്നും ശുദ്ധമാവണം രണ്ടാളും, കുട്ടിയും വേണം വലിയും വേണം. ഇലാൻ ഖാല വൽ മുമയ്യിസു യതൂഫു വയസല്ലി വയസ്ആ വയഹ്ദുറുൽ മവാഖിഫ വയർമിൽ അഹ്ജാറ ബിനഫ്സിഹി. മുമയ്യിസായ കുട്ടിക്ക് പിന്നെ ഇത് തീർത്ത ശേഷം എന്നില്ല, ഓൻ്റെ അമല് ഓൻ്റേതായിട്ട് തന്നെ എടുക്കുമല്ലോ. സ്വയം പ്രാപ്തി വന്നു, തമീസ് വന്നാൽ സിഹത്തുൽ മുബാശറത്ത് ഉണ്ടല്ലോ. അപ്പോൾ എന്ത് ഷർത്ത് വരൂല? ചെയ്ത തീർത്ത ശേഷമേ ആരെ സഹായിക്കാവുന്നില്ല. എന്തുകൊണ്ട്? തമീസ് ഉണ്ട്. അപ്പോൾ എനിക്ക് തവാഫ് ചെയ്യാലോ, അവന് നിസ്കരിക്കാലോ, സഹി ചെയ്യാലോ, അറഫയിൽ പോകാലോ, കല്ലെറിയാലോ.
അതിൻ്റെ കൂടെ വലിയ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, അവൻ്റെ മുബാശറത്ത് സിഹത്തല്ലേ. പിന്നെ ഇവിടെ അമല് തീർത്ത ശേഷമേ പറ്റുള്ളൂ എന്നുണ്ടാ? ഇവൻ്റെ അമലി അവന് വേണ്ടി ചെയ്യുന്ന അമലി ഇവൻ്റെതായി മാറലുണ്ടാവും അവിടെ ഇല്ല. ഇനി കല്ലെറിയാൻ കഴിയുന്നില്ലെങ്കിൽ വച്ചിട്ടിങ് വാങ്ങണമെന്നാണ് അത്ര നിർബന്ധിക്കുന്നുണ്ട്. ഇബ്നു ഹൈതമി പറയുന്നുണ്ട് ലാബുദ്ദമി മിനൽ മുലാവലത്തി എന്നാണ്. ഷർത്തില്ല എന്ന് പറഞ്ഞവരുണ്ട് അപൂർവം. അവനെ കൊണ്ട് ആവൂല എന്ന് കണ്ടാൽ നിങ്ങൾ എന്നെ അറിഞ്ഞോളിയുന്നു. അങ്ങനെയല്ല ഹൈതമി പറയുന്നത്. പിന്നെ അവൻ്റെ കയ്യിലേക്ക് എന്താക്കണോ? കല്ല് കൊടുക്കണം. വയദ്ഹറു ഫീ ജഅലിഹാ ബിയദിഹി, കല്ലുകളെ അവൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുന്നതിൽ എന്താ മസല? അന്നഹു ലാ യുഅ്തദു ബിഹി, ആ വെച്ച് കൊടുക്കൽ അംഗീകരിക്കപ്പെടില്ല. മിൻഹു ഇല്ലാ ഇൻ റമാൻ നഫ്സിഹി, വെച്ച് കൊടുക്കൽ നിർബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊന്ന്. വെച്ച് കൊടുക്കൽ വെച്ച് കൊടുത്തതായിട്ട് കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആ വെച്ച് കൊടുക്കൽ സുന്നത്താണെന്നും വുജൂബാണെന്നും എല്ലാം പറയുന്നുണ്ട്. ഇത് പരിഗണിക്കപ്പെടുന്ന വെച്ച് കൊടുക്കൽ ആവണ്ടിക്കൽ എന്ത് വേണം? ആദ്യം സ്വന്തം നഫ്സിനെ തൊട്ട് അത് നീ കല്ല് കൈമ വെച്ച് കൊടുക്കുന്നതിനകത്ത് എറിയാൻ പാടില്ല എന്നല്ലാണ്ട് ഭാവിയിൽ എറിയേണ്ടുന്ന കല്ലാണ് ഇത് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക അതും പറ്റൂല പോലും എപ്പോഴല്ലാതെ. അത് യദ്ഹറുവാണ്, ഒരാളും പറയാത്ത മസലയാണ്, പിടിച്ചെടുത്ത മസലയാണ്. ഇന്നഹു വെച്ച് കൊടുക്കുക എന്നത് ചില്ലറല്ല. മുഖദ്ദിമത്തുൽ റമി, എന്തിൻ്റെ മുന്നോടിയാണ്? റമിൻ്റെ. അതുകൊണ്ട് ഫയ്യുഅ്ത നൽകപ്പെട്ടു. ഏതിന്? വെച്ച് കൊടുക്കലിന്. ഹുക്മഹു എന്ത് വേണം? കുറച്ച് കടുപ്പായി പോയി എന്ന് എത്രയോ ഉലമാ പറയുന്നത്. അങ്ങനെയല്ല ഉണ്ടാ. ഇതിൽ നിന്ന് വെച്ച് കൊടുക്കൽ വുജൂബാണോ അല്ലെന്ന് നേർക്ക് കിട്ടിയിട്ടില്ല. വെച്ച് കൊടുക്കൽ വുജൂബാണെന്ന് തന്നെയാണ് ഇബ്നു ഹൈതമി സമർത്ഥിക്കുന്നു. വെച്ച് കൊടുക്കണ്ട, നേരിട്ട് തന്നെ എറിഞ്ഞോളി എന്ന് പറഞ്ഞവരും ഉണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. വെച്ച് കൊടുത്തത് ഒരു എണ്ണപ്പഴണ്ടിക്കൽ എന്ത് വേണോ? ആ വയ്യുഇദു അന്നഹു ലൗ വദഅൽ ഹസാത, കല്ലിനെ വെച്ച് കൊടുത്തു. ബിയദിഹി റഫഅ എന്ന് പറഞ്ഞാൽ വദഅ എന്നർത്ഥം. വദഅ എന്നുള്ളത് ഏറ്റവും സ്പഷ്ടം പോലും ഉയർത്തിയിട്ട് എറിഞ്ഞു എന്നല്ല, വെച്ച് കൊടുത്ത കഥ തന്നെ പറയും. വദഅ എന്ന നുസ്ഖ വളരെ മുന്തിയത്. കല്ലിനെ വെച്ച് കൊടുത്തു പോലും. ആരുടെ കയ്യിൽ? അപ്പം വെച്ച് കൊടുക്കുന്നതിനും വലിയ അംഗീകാരങ്ങളും നിയമാവലികളും ഉണ്ട് എന്നാ പറയുന്നു. എന്താ? സ്വന്തം എറിഞ്ഞ ശേഷമേ പറ്റുള്ളൂ എന്ന് ഇവിടെ പറഞ്ഞുണ്ടാക്കിയില്ലേ? എന്താ അത്ര വലിയ ഒരു ഷർത്ത് ഇന്നിങ്ങനെ വന്നത്? വെച്ച് കൊടുക്കൽ ചെറുതല്ലേ? അല്ല, വലിയ കാര്യമാണ്. ഒരു ഉദാഹരണം പറയാമെന്നാ പറയും. കല്ല് വെച്ച് കൊടുത്ത് ബിയദിഹി ഗൈറുൽ വലിയ്യി വമഅ്ദൂനിഹി. അപ്പൊ സമ്മതമില്ലാണ്ട് വേറൊരാൾ പറഞ്ഞ് ഇവനേതായാലും അറിയാൻ വരണല്ലോ, കല്ലെടുത്തിട്ട് അങ്ങ് കൊടുത്ത്, എന്നാ വെച്ച് കൊടുത്തതായിട്ട് കൂട്ടോ? അപ്പൊ കല്ല് എടുത്ത് കൊടുക്കല് തമാശയാണോ? അപ്പൊ അതും കാര്യപ്പാടുള്ളതാണ് എന്ന് തെളിയിക്കാനാണ്. എറിഞ്ഞ ശേഷമേ പറ്റുള്ളൂ എന്നതിന് ഒരു ശക്തി കിട്ടി. ഈ കയ്യിൽ കല്ല് വെച്ച് കൊടുക്കലും എന്തെന്നെയാണ്? ഒരു തക്കതായ കാര്യം തന്നെയാണ് എന്ന് കിട്ടിയില്ലേ? കുട്ടിയെ ഹാജരാക്കിയതിന് പോലും അറഫയില്, സഅയില്, തവാഫില് ആര് പറ്റോ? അനങ്ങിപ്പോണ്ടെന്നാ പറയുന്നു. ആരെ പെർമിറ്റ് വേണോ? ഇവന്റെ മുഴുവൻ പെർമിറ്റും ആരെ കയ്യിലാണ്? അവനോട് ചോദിക്കാണ്ട് ഒരു ആനക്കം പോലും പറ്റൂല എന്നാണ്. വേറൊരാൾ ഇടപെട്ടാലാവൂല. കമാ ശമിലഹുമാ കലാമുഹു, ഇത് രണ്ടിനെയും ആരുടെ കലാമ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? ഏതാ രണ്ടെണ്ണം?
ഒന്ന് വേറൊരാൾ വലിയൻ്റെ സമ്മതം ഇല്ലാണ്ട് കല്ല് വെച്ച് കൊടുത്താൽ വെച്ചതായിട്ട് കൂട്ടോ ഇല്ല. വേറൊരാൾ ഇവനെ ഹാജരാക്കി ആരെ സമ്മതം ഇല്ലാതെ എന്നാ ഹാജരാക്കിയതായിട്ട് കൂട്ടോ ഇല്ല. സുന്നത്ത് നിസ്കരിക്കേണ്ടതോ വൈസല്ലി അൻഹു, രക്ഷിതാവ് തന്നെ നമസ്കരിക്കണം. സുന്നത്ത് തവാഫി വൽ ഇഹ്റാം, തമീസ് ഇല്ലാതെ ആളാണെങ്കിൽ ഓൻ നമസ്കരിക്കലല്ല പിന്നെ. പക്ഷെ ഒന്നും എല്ലാവരും എടുക്കണം. തമീസ് ചെറുത്താണെങ്കിൽ ഇവിടെ തമീസ് ചെറുത്തില്ല, ഒന്നും എടുപ്പിക്കാൻ തന്നെ വേണം. ആരെ കൊണ്ട്? കുട്ടിനെ കൊണ്ട്, ഭ്രാന്തനെ കൊണ്ട്. വെള്ളം വീത്തലി അത് ഇതെല്ലാം ആക്കലി. സാധാരണ തമീസ് ഉണ്ടെങ്കിലെല്ലാം ഒന്ന് ശരിയാവും. ഇവിടെ അതിൽ നിന്ന് മാറ്റാന്നത്. അതാ അവനെ കൊണ്ട് തവാഫ് ചെയ്യുന്നതിൽ ശർത്താക്കപ്പെടും തുഹുറുൽ വലിയ. തീർച്ചയായും വലിയന് തുഹുർ വേണം. അതിൽ യാതൊരു കഴിവുണ്ടാ. പകതിരിവില്ലാത്ത കുട്ടിക്ക് തഹാറത്ത് വേണോ? അതിലെന്തുണ്ട്? പിന്നെ അതുണ്ട് മെത്തവതെന്താ? അത് പറയാൻ കാരണം എന്താ? വക്കതസ്വബിയൂൻ വുളൂവിൻ്റെ ബാബിൽ സമർത്ഥിച്ചിട്ടുണ്ട്. ഷർത്തുൽ വുളൂഇ അത്തംയീസൂൻ. പിന്നെ എന്ത് വുളൂആയി ആക്കല്? വുളൂവിൻ്റെ ഒരു പ്രഹസനം മാത്രമല്ലേ ഇടുള്ളൂ. അതുകൊണ്ട് വേണ്ട, ആർക്കൊന്നു മതി എന്ന് സാനിക്കാർ വാദിച്ചിട്ടുണ്ട്. അവർക്ക് ഉരുളക്കുപ്പേരിയാണിത്. ഇവനാണല്ലോ യഥാർത്ഥത്തിൽ ഹജ്ജ്. ഇവനില്ലാണ്ട് മറ്റുള്ള ആൾ മാത്രമാക്കുന്നതിന് എന്തർത്ഥം? അതുകൊണ്ട് ഒരു മോഡൽ എന്ന് നിൽക്കും. എന്ത് വേണം? ഹക്കീക്കത്തന്നെ ആകുന്നുണ്ടാ? ഇല്ല. ഉടനെ നിസ്കരിക്കാൻ പറ്റാത്തത്. ആരാന്ന് നീയത്ത് വെക്കലെന്നേരോ അല്ലദീലായിമയ്യിസു എന്ന കൈത് കൊണ്ട് പോയി അൽ മുമയ്യിസു. ആര് പോയി? പോയി. എന്താ? ഫലാ യജൂസു ലഹുൽ ഇഹ്റാമു അൻഹു. വലിയന് അധികാരമില്ല ആരെ തൊട്ട് ഇഹ്റാം കെട്ടാൻ? മുമയ്യിസിനെ തൊട്ട്. എന്നല്ലേ മത്തിന് തേടല്? ആ മത്തിന് തേടിയതാ ഹക്ക് എന്ന് ഒരു വിഭാഗം പറഞ്ഞുണ്ടാക്കുന്നു. അല്ലദീലായി മയ്യിസു എന്ന് പറഞ്ഞിട്ടുണ്ട് പോലും. അതുകൊണ്ട് ഇമാം അസ്റായി സമർത്ഥിച്ചതനുസരിച്ച് ഷാഫി ഇമാമിൻ്റെ നസ്സും ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരുടെ കൗലും ഉണ്ട് പോലും. എന്ത്? മുമയ്യിസിനെ തൊട്ട്. അപ്പം അല്ലദീലായി മയ്യിസു ഇബാറത്തുള്ളതുകൊണ്ട് വെറുതെ പറഞ്ഞുണ്ടാക്കണ്ട. ലാക്കിൻ അൽ മുസഹഹു ഫി അസ്ലി റൗള അൽ ജവാദ്. സർവാംഗീകൃതമായ മസല എന്താ? അസ്ലി റൗളയിൽ തെളിയിച്ചത് പറ്റുമോ? ആ, കയറി വന്നാൽ ഖിലാഫുണ്ട് എന്ന് മാത്രം. അതുകൊണ്ട് ഫൈൻ ഷാ അഹ്റമൻഹു ഔ അതിനെ ലഹു അൻ യുഹ്രിമൻ നഫ്സിഹി, അല്ലെങ്കിൽ സ്വയം ഇഹ്റാം കെട്ടാൻ വേണ്ടി ആര് അനുവാദം കൊടുത്തേച്ചാൽ മതി. വലിയ അനുവാദം കൊടുക്കാണ്ട് അവൻ കെട്ടാൻ പാടണ്ട. ഇല്ല. കാരണം ആരെ നിയന്ത്രണത്തിലാണ് അവരുള്ളത്. അതുകൊണ്ട് മുസന്നിഫിന്റെ നേരെ ആക്ഷേപം. എന്താ ആക്ഷേപം? അല്ലദീലായി മയ്യിസു എന്നല്ലേ പറഞ്ഞത്? നിങ്ങളുടെ ഭാഷപ്രകാരം തമീസുള്ള കുട്ടിക്ക് എന്തുണ്ട്? ഇഹ്റാം കെട്ടലുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്നെ എന്താക്കി? മത്തിനലി ലായി മയ്യിസു എന്നാ കൈത് നിങ്ങൾക്ക് ഒഴിവാക്കിക്കൂടെ എന്നാൽ എന്ന് കയർക്കലി. ഗഫലത്തുൻ അത് അശ്രദ്ധയാണ്. അന്നൽ മഫ്ഹൂമ ഇദാ കാന ഫീഹി ഖിലാഫുൻ ഖവിയ്യുൻ ഔ തഫ്സീലുൻ ലാ യരിദു. നേരെ പറഞ്ഞതിൻ്റെ എതിരിൽ കിട്ടുന്ന മസലയിൽ വിശദീകരണമോ എതിർപ്പോ ഉണ്ടെങ്കിൽ ആ ഖൈദ് വലപ്പോകും. ഖൈദ് ഉപകാരം തന്നെയാണ്. അന്നൽ മഫ്ഹൂമ എന്താണ്? മഫ്ഹൂം എന്ന് പറഞ്ഞാൽ നേരെ കിട്ടുന്നതല്ല, അതിൽ നിന്ന് എതിരായി കിട്ടുന്നത്. ഇതാക്കാന ഫീഹി ഖിലാഫുൻ. കവിയെന്ന് പറഞ്ഞാൽ ഒന്നും ഇവിടെ നോക്കൂല. അതിന് ഖിലാഫുണ്ടെങ്കിൽ
നിങ്ങൾ കൈതിട്ട ആ കൈതിൻ്റെ ഓപ്പോസിറ്റിൽ മഫ്ഹൂമില്ലേ, അല്ല എന്തുണ്ട് ഇല്ലേ, ഖിലാഫില്ലേ? അപ്പോൾ ആ ഖിലാഫിലേക്കുള്ള തയ്യാറുള്ളത് അല്ലദീലായി മൈജുസു എന്ന് പറഞ്ഞത് ഇത്തിഫാഖാണ്. ഇതിൻ്റെ എതിര് മസാല ഖിലാഫുള്ള മസലയാണ് എന്ന് അറിയിക്കലാണ്. അല്ലെങ്കിൽ വിശദീകരണം ഉണ്ടാവും ചിലയിടത്ത്, ഖിലാഫായിരിക്കൂല. എങ്കിൽ ആയത് ആക്ഷേപമായിട്ട് ഈ കൈതന്തിന് എന്ന ആക്ഷേപം കയറ്റാൻ പാടുണ്ടോ? അതറിയാതെയാണ് ആരുടെ നേരെ ആക്ഷേപം കയറ്റിയത്. എന്തുകൊണ്ട് ലീഫാദത്തിൽ കൈദി, ലീഫാദത്തിൽ കൈദി അത് ലായരുതൂലേക്ക് ആക്ഷേപം ഉന്നയിക്കാൻ അധികാരമില്ല. കൈദ് ഉപകാരപ്പെടുന്നുണ്ട് ഹീനൈദിൽ. എപ്പോ ഖിലാഫോ തഫ്സീലോ ഉണ്ടെങ്കിൽ, എവിടെ ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ വാക്കിലുണ്ടെങ്കിൽ എന്നല്ല, പറഞ്ഞതിന്റെ മഫ്ഹൂമിൽ എന്തുണ്ട്? ഖിലാഫ് ഉണ്ട്. അല്ലെങ്കിൽ എന്തുണ്ട്? ഉണ്ട്. നിങ്ങളതിൽ എന്താ ഉള്ളത്? ഖിലാഫ്. ചില സ്ഥലത്ത് തഫ്സീല ഉണ്ടാകല്. ഈ പറഞ്ഞ വിശദീകരണം അല്ല, വിശദീകരണത്തിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒരു കൈത് ഇവിടെ കൊടുക്കും. അപ്പോൾ ഉപകാരം ചെയ്യൂലേ കൈത്? അപ്പോൾ ഈ കൈത് ഒഴിവാക്കണമെന്ന് പറയുന്നു. പിന്നെ അപ്പോൾ മസലം തന്നെയാണ്. ഇവിടെ കുട്ടി ഭ്രാന്തൻ എന്ന് പറഞ്ഞത് കൊണ്ട് ആര് പോയി? ബോധക്ഷയം ഉള്ളവൻ. ബോധക്ഷയമുള്ളവന്റെ കാര്യത്തിൽ നമുക്കൊന്നും ആക്കാൻ കഴിയില്ല. മാറൂല എന്ന് യക്കീൻ കിട്ടിയാൽ ഒഴികെ. 3 ദിവസത്തിന് ഉള്ളിൽ മാറൂല എന്ന് ഉറപ്പുണ്ടെങ്കിലും അവൻ്റെ പേരിൽ ഇടപെടാം. മാറുമെങ്കിൽ ഓനെ മാറാൻ കാത്തിരിക്കണം. ഓനെ പുറന്തള്ളുന്നതിന് അർത്ഥമുണ്ടോ? ആര് പോയി? ഈ മസലയിൽ നിന്ന് ആര് പോയി? അത് എവിടെയാന്ന്? ഹൈസു റുജിയ സവാലു അങ്കുറുബിന്ന് 72 മണിക്കൂറിൻ്റെ ഉള്ളിൽ മാറുമെന്ന പ്രതീക്ഷ ഉണ്ടെങ്കിൽ നമ്മൾ ഇടപെടാൻ പാടില്ല. ആരെന്നെ ഏറാൻ കെട്ടട്ടെ. ആശ അറ്റ് കഴിഞ്ഞാലേ എന്ത് പറ്റുള്ളൂ. അന്നേരം മജ്നൂനിന്റെ രൂപത്തിലേക്ക് കോലം മറിയും. അപ്പം എന്താക്കലി? അല്ലാണ്ട് മുഹമ്മദീനെ ഒരു കാലത്തും ശ്രദ്ധിച്ചു നോക്കിക്കൂടാ. ഓനെ താങ്ങാൻ ആരുമില്ല എന്ന് പറയാൻ പാടില്ല. മുഹമ്മദ് അലിഹിക്ക് നിരുപാധിക മസലല്ല. അവന്റെ കാര്യം എന്താ? അവനെ തൊട്ട് ഒരാളും തന്നെ ഏറാൻ കെട്ടരുത്. ഇതിലാ വലിയ ലഹു, അവന് വലിയില്ല. ഇല്ല അലാമായത്തി അവലൽ ഹജ്രി, ഹജ്റിന്റെ ബാബുണ്ടല്ലോ, തടഞ്ഞു വെക്കുന്ന ബാബ്. അവിടെ പറഞ്ഞ ഒരു നിയമം അനുസരിച്ചല്ലാതെ അവിടെ ഉണ്ട്. 562 അവിടെ എന്തുണ്ട്? അവിടെ എന്താ പറഞ്ഞിരിക്കുന്നു? മുഹമ്മദ് നേരെ നിങ്ങൾ കയ്യാറണ്ട, നിങ്ങൾ ഇടപെടേണ്ട, ഒച്ചപ്പാടാക്കണ്ട. മാറുന്നേ മുഹമ്മദ് അലിഹി ആണെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ മാറൂല എന്നുറപ്പായാലോ ഇടപെടാം. അന്നേരം ഭ്രാന്തൻ്റെ അതേ ഹുക്കുമ് വന്നു. അപ്പോൾ അത് ഇടിയും വരുമല്ലോ. ഒരു മുഹമ്മദ് അലിഹിനെ സഹായിക്കാൻ പാടില്ല എന്നാ പറഞ്ഞ് മനസ്സിലാക്ക്. ഫലാ യുഹരിമു അഹദുൻ അൻഹു ഇതിലാ വലിയ ലഹു ഇല്ല അലാ മാ യഅതി അഫ്ലൽ ഹജ്രി. ആൾക്കാരെ നിയന്ത്രിക്കുന്ന ഒരു ബാബുണ്ടല്ലോ, കിതാബുൽ ഹജ്രി വ തഫ്ലീസ്. അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു നിയന്ത്രണം ആരെ നേരെ നടത്തണ്ട? മൂവന്റെ നേരെ. ഓനെന്നെ എഴുന്നേറ്റിട്ട് ചെയ്യട്ടെ എന്ന്. നിങ്ങളാര് അവനെ തടഞ്ഞു കെട്ടാൻ? എന്നിട്ട് അവിടെ തന്നെ പറയുന്നുണ്ട്, മഗ്യൂസായാൽ മാറുന്ന രൂപമില്ല. എപ്പെങ്കിലും മാറിയിട്ടും വലയില്ല. 3 ദിവസത്തിനുള്ളിൽ മാറൂല എന്ന് യൗസ് വന്നാൽ അവൻ്റെ മേലെ ആധിപത്യമാർക്ക് കിട്ടി. മജ്നൂനിൻ്റെ അതേ വിധി വരും. അപ്പം തീരെ ഇല്ല എന്നല്ല, 562 വെച്ചിട്ട് തെളിയിക്കണം. മനസ്സിലായില്ലേ? അല്ലെന്ത്